ചില്ലറക്കാരന്റെ കയ്യിലുള്ള ഈ ഒരു കോയിൻ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഒരു കോയിൻ ഇന്ന് നുമിസ്മാറ്റിക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏകദേശം 3000 രൂപയാണ് വില. പക്ഷേ നുമിസ്മാറ്റിക് മാർക്കറ്റ് വാല്യൂ കോയിനിന്റെ കണ്ടീഷനും അനുസരിച്ച് വാല്യൂവിൽ വ്യത്യാസം വരാം. സ്വതന്ത്ര ഇന്ത്യയുടെ 1974 സ്മാരക നാണയങ്ങളായി ഇഷ്യൂ ചെയ്ത ഹൈദരാബാദ് മിന്റ് 10 പൈസ നാണയത്തിനാണ് ഈ ഒരു വില ലഭിക്കുന്നത്. അലുമിനിയം മെറ്റലിൽ നിർമ്മിച്ച ഈ ഒരു കോയിൻ ഹൈദരാബാദ്, ബോംബെ, കൽക്കട്ട എന്നീ 3 മിന്റുകളിലാണ് പുറത്തിറങ്ങിയത്. കോയിനിന്റെ ഈ ഒരു വശം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 1974 എന്ന വർഷത്തിന് താഴെ ഒരു സ്റ്റാർ ചിഹ്നം കാണാം. ഈ ഒരു സ്റ്റാർ മിന്റാണ് കോയിനിൽ ഹൈദരാബാദ് മിന്റിനെ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കോയിന് ഈ ഒരു വില ലഭിക്കാൻ കാരണമായത്? 1974 ഇന്ത്യ ആദ്യമായി ഒരു 10 പൈസ സ്മാരക നാണയം പുറത്തിറക്കുന്നത്. ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ പരീക്ഷണാർത്ഥം ചെറിയ സപ്ലിമെന്ററി കോട്ടകളാണ് ഹൈദരാബാദ് മിന്റിന് കിട്ടിയത്. എന്ന് വെച്ചാൽ ബോംബെ, കൽക്കട്ട മിന്റുകളെ അപേക്ഷിച്ച് 10 ഇരട്ടിയിൽ താഴെയായിരുന്നു ഹൈദരാബാദ് മിന്റിന്റെ മിന്റേജ്. ആ ഒരു ലോ മിന്റേജ് റീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈദരാബാദ് മിന്റ് നാണയങ്ങൾക്ക് വലിയ വില ലഭിക്കാൻ കാരണമായി. ചില്ലറക്കാരന്റെ ഇതുപോലുള്ള കോയിൻസ് റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ചില്ലറക്കാരൻ.